എന്റെ ചെറുപ്പത്തില് ഒരുപാട് ലുക്ക് ബേസ്ഡ് കളിയാക്കലുകൾ ഏറ്റിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ലുക്ക് കൊള്ളില്ല, കാണാൻ കൊള്ളില്ല എന്നുള്ളൊരു സാധനത്തിന്റെ ഇതിൽ വളർന്ന ഒരാളായതുകൊണ്ട് എനിക്കൊരിക്കലും ഞാനൊരു ആക്ടർ ആയി കഴിഞ്ഞിട്ട് ആക്ടറിന് സൗന്ദര്യം വേണം എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അത് കേട്ട് 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 ഇങ്ങനെ കേട്ട് കേട്ട് വളർന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ അടുത്ത് ഞാൻ ആക്ടർ ആവണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ അടുത്ത് ആൾക്കാർ പറഞ്ഞിരുന്നത് തമിഴ് സിനിമയിൽ ഭാവി ഉണ്ടാവും എന്നാണ്. അതൊരിക്കലും ഞാൻ തമിഴ് സിനിമയിൽ രക്ഷപ്പെടണമെന്ന് ഓർത്തിട്ടില്ല. അത് കറുത്ത ആളാണ്, കറുത്ത ആള് തമിഴ് സിനിമയിലാണ് വരേണ്ടതെന്നുള്ളൊരു ഒരു പൊതുബോധം ഉണ്ടല്ലോ. അങ്ങനത്തെ ഒരു അതിൽ വളർന്ന ഒരാളായതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു ചിന്ത പോയിട്ടില്ല. അപ്പൊ ആക്ടർ ആവാൻ പറ്റില്ല എന്നെ കൊണ്ട് എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അപ്പൊ അത് ഞാൻ ഈ കണ്ണാടിയിലൊക്കെ നമ്മൾ അഭിനയിച്ചു നോക്കുമല്ലോ ഓരോ കാര്യങ്ങളൊക്കെ. അപ്പോഴും എനിക്ക് ഇതിന്റെ ബേസിൽ വളർന്നതുകൊണ്ട് എനിക്ക് ഒരിക്കലും സാറ്റിസ്ഫാക്ഷൻ പറ്റില്ല. എന്തൊക്കെ ചെയ്താലും എങ്ങനെയൊക്കെ കരഞ്ഞാലും കാണാൻ കൊള്ളില്ലാത്തതുകൊണ്ട് എനിക്ക് ഇത് പറ്റില്ല. എനിക്കൊരിക്കലും സാറ്റിസ്ഫാക്ഷൻ പറ്റില്ല, എനിക്ക് ഇഷ്ടപ്പെടില്ല. എന്നെ കണ്ടാൽ എനിക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെ ഒരു സ്റ്റേജിൽ വരുമ്പോഴാണ് എനിക്കൊരു കോളേജിൽ ഒരു പ്രണയം ഉണ്ടാവുന്നതും. അങ്ങനെ എന്റെ അടുത്ത് ഒരാൾ ആദ്യമായിട്ട് കാണാൻ കൊള്ളാന്ന് പറയുന്നത് ആ കുട്ടിയാണ്. പ്രണയിക്കുന്നവർ അങ്ങോട്ടും കൂടി കാണാൻ കൊള്ളാന്നൊക്കെ പറയും. പക്ഷെ അതൊരു കോൺഫിഡൻസ് ആയിരുന്നു, ആത്മവിശ്വാസമായിരുന്നു.